താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. സേവി ബെഡിൽ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറി ഫ്രഷായി തിരികെ വന്നവൻ തന്റേതായ സാധനങ്ങളും പാക്ക് ചെയ്തു. റൂമും നോക്കിയപ്പോൾ ഇന്നലെ വരെ അന്യമായിരുന്ന സ്ഥലം ഇന്നൊരു ചെറിയ കഥയുടെ അവസാന പേജായി തോന്നി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവർ എയർപോർട്ടിലേക്ക് പുറപ്പെട്ടു. എയർപോർട്ട് എത്തുന്നതിന് മുമ്പുള്ള വലിയൊരു ഷോപ്പിംഗ് മാളിന് മുമ്പിൽ വണ്ടി നിർത്താൻ പറഞ്ഞവൻ, താൻ ആദ്യമായിട്ട് ദൂരയാത്ര കഴിഞ്ഞ് ചെല്ലുന്നല്ലേ, അമ്മയ്ക്കും ശ്രീകുട്ടിക്കും വേണ്ടി എന്തെങ്കിലും വാങ്ങിക്കണം. എനിക്കാണെങ്കിൽ തനിച്ചു പോയി എടുക്കാനുള്ള ശീലമൊന്നുമില്ല, നമുക്ക് അവർക്കായിട്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം. അവൻ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയപ്പോൾ അവനൊപ്പം അവളും ഇറങ്ങി. ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറി അവർ. അമ്മയ്ക്ക് വേണ്ടി ഒരു സാരിയും ശ്രീകുട്ടിക്ക് ഒരു ചുരിദാറും സെലക്ട് ചെയ്തവൻ. വില കൂടിയ സാരിയും ചുരിദാറുമായിരുന്നു. ഇത്ര വിലയുള്ളതൊന്നും വേണ്ട, പ്രൈസ് ടാഗ് കണ്ട് പറഞ്ഞു ഇഷാനി. അതൊന്നും താൻ നോക്കേണ്ട, അവർക്ക് ചേരുമെന്ന് മാത്രം നോക്കിയാൽ മതി. ആ ഒരു ദേഷ്യം വന്നെന്ന് മനസ്സിലായി അവൾക്ക്. ശ്രീകുട്ടിക്ക് ചെറിയ ബാഗും മുടിയിലിടുന്ന ക്ലിപ്പും പേഴ്സ് അങ്ങനെ ഓരോന്നായി വാങ്ങിയവൻ. ഇഷാനി അവന്റെ ഓരോ നീക്കവും ശാന്തമായി നോക്കി നിന്നു. എനിക്കൊന്നുമില്ലേ എന്ന് ചോദിക്കാനുള്ള വാക്കുകൾ അവൾ തനിക്കുള്ളിൽ തന്നെ മൂടി. ബിൽ കൗണ്ടറിൽ അത്യാവശ്യം ചെറിയൊരു തിരക്കുണ്ടായിരുന്നു. ബില്ലടിക്കുമ്പോഴേക്കും ഞാൻ വരാം, അങ്കിൾ വിളിച്ചിരുന്നു, ഇവിടെ റേഞ്ചിലാന്ന് തോന്നുന്നു. പറഞ്ഞുകൊണ്ട് ഫോൺ പിടിച്ചുകൊണ്ട് അവൻ മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങി. അവൻ ശ്രദ്ധിച്ചില്ലെന്ന് തോന്നിയെങ്കിലും അവൻ ശ്രദ്ധിച്ചിരുന്നു. അവൾക്കായി ഒന്നും വാങ്ങിയില്ലെന്ന തോന്നൽ അവളുടെ മനസ്സിനെ ഒന്ന് തൊട്ടുപോയി. ആ മനസ്സിൽ എനിക്കത്ര പ്രാധാന്യമില്ല എന്നൊരു ചെറു ചോദ്യമായി ആ വേദന അവളുടെ കണ്ണുകളിൽ തെളിഞ്ഞു. മാളിലുള്ള ജ്വല്ലറിയിലേക്കാണ് അവൻ പോയത്. അവൻ പറഞ്ഞനുസരിച്ച് തന്നെ ചെയിൻ എടുത്ത് നൽകി സെയിൽസ് പോയി. സുന്ദരമായ ഒരു ചെറിയ സ്വർണ്ണ ചെയിൻ, അതിന്റെ നടുവിൽ ചെറിയൊരു ഹാർട്ട് ഷേപ്പിലുള്ള ഡയമണ്ട് ലോക്കറ്റ്, വെളിച്ചം തട്ടുമ്പോൾ മിന്നുന്ന ഒരു നക്ഷത്രം പോലെ. ഗിഫ്റ്റ് റാപ്പ് ചെയ്യുമോ? വെളുത്ത ബോക്സിൽ അതിനെ സൂക്ഷ്മമായി പാക്ക് ചെയ്തു. ബില്ല് കൊടുത്ത് വേഗം ഇറങ്ങിയവൻ. ജുബയുടെ പോക്കറ്റിൽ ആ ചെറിയ ബോക്സ് ശാന്തമായി ഒളിച്ചു കിടന്നു. ഇഷാനിക്കായി, അവൾക്ക് മാത്രമായി. ഇഷാനിയുടെ അടുത്തെത്തി ബില്ല് കൊടുത്ത സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വാങ്ങി വണ്ടിയിൽ കയറുമ്പോൾ അവൾ പുറത്തേക്ക് നോക്കിയിരുന്നു. അവളുടെ കണ്ണുകളിൽ ചെറിയൊരു വിഷാദം ഒളിഞ്ഞിരിക്കുന്ന കണ്ടവൻ അവരൊന്ന് ചിരിച്ചു. എയർപോർട്ടിലേക്ക് യാത്ര തുടർന്നവർ. അവൾ കരുതിയത് അവൻ തന്നെ മറന്നുവെന്ന്, പക്ഷെ അവൻ കരുതിയത് അവൾ ഒരിക്കലും മറക്കാത്തൊരു നിമിഷം സൃഷ്ടിക്കാനായിരുന്നു. അവർ എയർപോർട്ടിലെത്തി ഫുഡ് കഴിച്ചാണ് അകത്തേക്ക് കയറിയത്. ബോർഡിംഗ് പാസ് എടുത്തു. ഫ്ലൈറ്റ് സമയം കാത്തിരുന്നു. അവർക്ക് തിരികെ പറക്കാനുള്ള ഫ്ലൈറ്റ് എത്തി. ഫ്ലൈറ്റ് ഉയർന്ന മേഘങ്ങൾക്കുള്ളിൽ നീങ്ങുമ്പോൾ ക്യാബിനുള്ളിൽ ഒരു ശാന്തമായ വെളിച്ചം നിറഞ്ഞിരുന്നു. ജനലരികിലിരുന്ന ഇഷാനി താഴെ ചെറുതായി ചുരുങ്ങിപ്പോകുന്ന നഗര വെളിച്ചങ്ങളെ നോക്കി കൗതുകത്തോടെ ഇരുന്നു. ആളുടെ മുഖത്ത് ഒരു ചിന്തയുടെ നിഴലുള്ള പോലെ തോന്നി അവന്. മാളിൽ നിന്നിറങ്ങിയപ്പോൾ മനസ്സിൽ പതിഞ്ഞ ചെറിയ വിഷാദം ഇനിയും മുഴുവനായി മാറിപ്പോയിരുന്നില്ല. സേവിയയുടെ മുഖത്തേക്ക് നോക്കി. ആ നിശബ്ദതയിൽ പോലും ആളുടെ ഉള്ളിലെ ചെറിയ ചോദ്യം അവൻ വായിച്ചെടുത്തു. ആൾ പുറത്തെ കാഴ്ചയിൽ മുഴുകിയിരുന്നെങ്കിലും അവളുടെ വിരലുകൾ സീറ്റിന്റെ അരികിൽ പതുക്കെ തട്ടിക്കൊണ്ടിരുന്നു. പറയാത്തൊരു ചിന്തയുടെ അടയാളം പോലെ. ഇഷാനി, അവൻ ശബ്ദം കുറച്ച് വിളിച്ചു. അവൾ തിരിഞ്ഞു നോക്കി. അവനൊന്നും പറഞ്ഞില്ല. പകരം ജുബയുടെ പോക്കറ്റിൽ കൈയിട്ടു. അവളുടെ കണ്ണുകളൊന്ന് ചുരുണ്ടു. കൗതുകവും ആശങ്കയും ചേർന്നൊരു നോട്ടം. അവൻ പുറത്തെടുത്തത് ഒരു ചെറിയ വെളുത്ത ബോക്സ്. എയർലൈറ്റിന്റെ മങ്ങിലുള്ള വെളിച്ചത്തിൽ പോലും അതിന്റെ ഭംഗി തെളിഞ്ഞു. ഇത്? അവൾ ചോദിച്ചു, സ്വരത്തിൽ ചെറിയ അതിശയം. നീ ചോദിക്കാതെ മിണ്ടാന്നിന്നൊരു ചോദ്യത്തിലുള്ള മറുപടി. അവൻ ചിരിച്ചുകൊണ്ട് കുസൃതിയോടെ പറഞ്ഞു. ആളുടെ കണ്ണുകളൊരു നിമിഷം വലുതായി. ആൾ കൈ നീട്ടി ബോക്സ് സ്വീകരിക്കുമ്പോൾ വിരലുകൾ അല്പം വിറച്ചു. പതുക്കെ തുറന്നപ്പോൾ അകത്ത് കിടന്ന ചെറിയ സ്വർണ്ണ ചെയിൻ വെളിച്ചം തട്ടി മിന്നി. നടുവിൽ ആർട്ട് ഷേപ്പിലുള്ള ചെറിയ ഡയമണ്ട് മേഘങ്ങൾക്കിടയിൽ ഒരു നക്ഷത്രം പോലെ തെളിഞ്ഞു. അവളുടെ ശ്വാസം ഒരു നിമിഷം തടഞ്ഞു. സേവിച്ച, ഇത് എനിക്ക് വേണ്ടിയാണോ? വിടുന്ന കണ്ണുകളോടെ ചോദിച്ചവൾ. എന്നെ മാറ്റിമറിച്ച നിനക്കല്ലാതെ മറ്റാർക്കാ ഇങ്ങനൊരു സമ്മാനം ഞാൻ നൽകുക? അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. എനിക്കറിയാം നീ ഒന്നും ചോദിക്കില്ലെന്ന്, പക്ഷെ നിന്റെ കണ്ണുകൾ ചോദിച്ചിരുന്നു. നിന്റെ കണ്ണുകൾ എന്നോട് പറയാതെ പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഞാൻ സമ്മാനം വാങ്ങിയപ്പോൾ നിനക്ക് വാങ്ങാതിരുന്നതിന്റെ പരിഭവം. സാഹിത്യമൊക്കെ വരുന്നുണ്ടല്ലോ. സേവിച്ചിന്റെ ഹൃദയത്തില് എനിക്കായി ഒരു പ്രണയകാലം വസന്തം തീർത്ത് കഴിഞ്ഞിരിക്കുന്നു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നനഞ്ഞു. ആ ചെറിയ ബോക്സിനേക്കാൾ വലിയൊരു കരുതൽ അവളുടെ ഹൃദയത്തിലേക്ക് ഒഴുകിയെത്തി. അവൾ ചെയിൻ എടുത്ത് നോക്കുമ്പോൾ അവന്റെ വിരലുകൾ അവളുടെ വിരലുകളെ സ്പർശിച്ചു. ആ സ്പർശം വാക്കുകളേക്കാൾ ഉറപ്പുള്ളതായിരുന്നു. ഞാനിട്ട് തരട്ടെ എന്റെ പ്രണയിനിക്ക് ആദ്യമായൊരു പ്രണയ സമ്മാനം. അവന്റെ സ്വരം ആർദ്രമായി. അതിന് മറുപടി എന്നോണം അവൾ അവനിലേക്കൊന്ന് ചാഞ്ഞ് തലകുനിച്ചു. മുടി വശത്തേക്ക് മാറ്റി. ഫ്ലൈറ്റിന്റെ ശബ്ദത്തിനിടയിൽ അവന്റെ വിരലുകൾ ചെയിൻ അവളുടെ കഴുത്തിൽ ബന്ധിച്ചു. ആ നിമിഷം അവൾ കണ്ണുകൾ അടച്ചു. ഒരു വിശ്വാസത്തിന്റെ, ഒരു സ്നേഹത്തിന്റെ ചെറിയ മുദ്ര പോലെ. ചെയിൻ അവളുടെ നെഞ്ചിൽ തട്ടിയപ്പോൾ അവൾ കൈകൊണ്ട് സ്പർശിച്ചു. ഇത് ഞാൻ ഒരിക്കലും ഊരില്ല. അവൾ ശബ്ദം വളരെ കുറച്ച് പറഞ്ഞു. ഊരണ്ട, നമ്മുടെ മാത്രമായുള്ള ഓർമ്മകളുടെ പ്രതീകമായി ഇത് കിടക്കട്ടെ. അവൻ മറുപടി നൽകി. അവൾ അവനെ നോക്കി. ആ നോട്ടത്തിൽ പ്രണയം നിറഞ്ഞു നിന്നിരുന്നു. അവൾ പതുക്കെ അവന്റെ കൈ പിടിച്ചു. ആ കയ്യിൽ പിടിച്ച് ചുണ്ടോട് അടുപ്പിച്ചു മൃദുവായി ചുംബിച്ചു. സമ്മാനത്തിന് പകരമായി അവളുടെ മനസ്സറിഞ്ഞുള്ള സ്നേഹചുംബനം അവന്റെ ചുണ്ടിൽ ചെറുചിരി വിരിഞ്ഞു നിന്നു.
മേഘങ്ങൾക്ക് മുകളിൽ നീങ്ങുന്ന ആ യാത്രയിൽ അവരുടെ കൈവിരലുകൾ കോർത്തു പിടിച്ചിരുന്നു, പ്രണയത്തിന്റെ സാക്ഷ്യം പോലെ. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ചന്ദ്രന്റെ വെളിച്ചം മേഘങ്ങളിൽ വീണ് പരന്നിരുന്നു. ആ വെളിച്ചം അവരുടെ കഴുത്തിലെ ചെറിയ ഹാർട്ടിൽ തട്ടി വീണ്ടും മിന്നി. സേവ്യ നോക്കി ചെറുതായി ചിരിച്ചു. അവളവന്റെ തോളിൽ തലയായിച്ചു. ഹൃദയങ്ങൾ പരസ്പരം സംസാരിച്ചുകൊണ്ടിരുന്നു. മേഘങ്ങൾക്ക് മുകളിൽ പറന്നുകൊണ്ടിരുന്ന ആ യാത്രയിൽ അവരുടെ ഹൃദയങ്ങൾ ഭൂമിയേക്കാൾ കൂടുതൽ അടുത്തു നിന്നു. എയർപോർട്ടിലെ ലാൻഡിംഗ് അനൗൺസ്മെന്റ് കേട്ടപ്പോഴാണ് ഇഷാനി കണ്ണുകൾ തുറന്നു. ഫ്ലൈറ്റ് പതുക്കെ താഴേക്ക് ഇറങ്ങുമ്പോൾ ജനൽ കാഴ്ചയിലെ മേഘങ്ങൾ മാറി നഗരത്തിന്റെ വെളിച്ചം വീണ്ടും തെളിഞ്ഞു. അവളുടെ കൈ ഇപ്പോഴും സേവിയുടെ കയ്യിൽ തന്നെ കോർത്ത് കിടന്നിരുന്നു. ഇരുവരും ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ നിശബ്ദതയിൽ പോലും പറയാനുള്ള വാക്കുകൾ നിറഞ്ഞിരുന്നു. ബാഗേജ് എടുത്ത് പുറത്തേക്ക് നടക്കുമ്പോൾ അവളുടെ കഴുത്തിലെ ചെറിയ ഹാർട്ട് റേറ്റിൽ വീണ്ടും മിന്നി. അവനെ നോക്കി ചെറുതായി ചിരിച്ചു. അവളത് കണ്ട് മിണ്ടാതെ തലകുനിച്ചു. ആ ചെറിയ രഹസ്യം അവരുടെ ഇടയിൽ മാത്രം നിലനിന്നു. എയർപോർട്ടിന്റെ ഗേറ്റ് കടന്ന് പുറത്തേക്ക് എത്തിയപ്പോൾ കാറിനോട് ചാരി നിൽക്കുന്ന ജോസൂട്ടി അവർ കണ്ടു. ദൂരത്ത് തന്നെ അവൻ കൈവീശി കാണിച്ചു. വളരെ സന്തോഷത്തിലാണ് രണ്ടുപേരും. യാത്ര ഗംഭീരായിരുന്നു അല്ലേ എന്നൊരു ചിരിയോടെ ചോദിച്ചവൻ. സേവി ചിരിച്ചു. ഇഷാനി അല്പം ലജ്ജിച്ചു. കാറിൽ കയറുമ്പോൾ ജോസൂട്ടിയുടെ കണ്ണുകൾ ഒരു നിമിഷം ഇരുവരുടെയും മുഖങ്ങളിൽ തിരിഞ്ഞ് ചൂഴ്ന്നു നോക്കുന്ന പോലെ എന്തോ ഒരു മാറ്റം. സേവിച്ചനൊന്ന് തണുത്ത പോലെ അവന് ഫീൽ ചെയ്തു. മൂർത്തി സാറാകെ ത്രില്ലടിച്ചിരിപ്പാ. എല്ലാ കമ്പനികളും കോൺട്രാക്ട് സൈൻ ചെയ്തു എന്നറിഞ്ഞപ്പോ ജോസൂട്ടി ഉത്സാഹത്തോടെ പറഞ്ഞു. അതെല്ലാം ഇഷാനിയുടെ കഴിവാ, നമ്മൾ തിരിച്ചറിയാൻ വൈകുന്നു മാത്രം. ആ പറഞ്ഞാൽ മറ്റൊരു അർത്ഥം കൂടി ഉണ്ടായിരുന്നു. അടിപൊളി, കൺഗ്രാറ്റ്സ് ഇഷാനി എന്ന് ജോസൂട്ടി തിരിഞ്ഞ് അവളോട് പറഞ്ഞു. താങ്ക്സ്. ആൾ ചെറുതായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. കാറ് മുന്നോട്ട് നീങ്ങുമ്പോൾ യാത്രയുടെ ഓർമ്മകൾ പതുക്കെ പിന്നിലേക്ക് ഒഴുകി. റോഡിലെ ലൈറ്റുകൾ പിന്നിലേക്ക് ഓടി മറഞ്ഞ് ഒരുമിച്ച് ചെലവഴിച്ച ഓരോ നിമിഷവും ഇരുവരുടെയും മനസ്സിൽ വീണ്ടും തെളിഞ്ഞു വന്നു. ആ ഒരു യാത്ര അവസാനിക്കാതിരുന്നെങ്കിൽ എന്ന് രണ്ടുപേരും ഒന്നായിട്ട് ആഗ്രഹിച്ച നിമിഷങ്ങളായിരുന്നത്. അവരുടെ മൗനം ജോസൂട്ടി ആശയക്കുഴപ്പത്തിലാക്കി. അവർക്കിടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായവന് ഒരു റൊമാൻറ്റിക് പാട്ട് വെച്ചവൻ കാറിൽ. സാധാരണ അങ്ങനെയുള്ള പാട്ടുകൾ വയ്ക്കുമ്പോൾ സേവി ചൂടാവാറുള്ളതാണ്. അവന് ഇഷാനി ഒരുപോലെ ആ പാട്ട് ആസ്വദിക്കുന്ന കേട്ടപ്പോൾ അത്ഭുതം തോന്നി അവന്. തന്റെ അരികിലിരിക്കുന്നത് സേവിച്ചെന്ന് തന്നെയല്ലേ എന്നൊരു നിമിഷം ചിന്തിച്ചു പോയവൻ. എന്നെ ഒന്ന് ഉള്ളിക്കേ, കൈ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ജോസൂട്ടി. എന്നാടാ കോപ്പേ? അപ്പോഴാണ് ജോസൂട്ടി തന്റെ കള്ളങ്ങൾ കണ്ടുപിടിച്ചാലോ എന്ന് തോന്നിയത് അവന്. ആ ഇപ്പൊ ഓക്കെ ആയി. അല്ലല്ല, ഞാനൊന്ന് സംശയിച്ചേ, വളിഞ്ഞ ചിരിയോടെ പറഞ്ഞവൻ. ഇഷാനിയും ചെറുതായൊന്ന് ഭയന്നു പോയിരുന്നു. തൽക്കാലം ആരൊന്നും അറിയരുതെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച അവളും. അവരുടെ പ്രണയകാലം അത്രയ്ക്ക് മനോഹരമായി ഒന്ന് ആസ്വദിക്കാൻ. ഇഷാനിയുടെ വീടിന് മുമ്പിൽ കാർ നിർത്തിയപ്പോൾ അവൻ ഇറങ്ങി. ഞാൻ കയറുന്നില്ല, ആളുടെ ബാഗ് എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞവൻ. അത് സാറില്ല, നേരം വൈകിയല്ലോ. ആൾ മറുപടി പറഞ്ഞു. യാത്രയുടെ ക്ഷീണം മാറിയിട്ട് വന്നാൽ മതി, നാളെ തിടുക്കം പിടിച്ച് വരണ്ട കേട്ടോ. ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് തിരികെ കാറിൽ കയറാൻ ഒരുങ്ങിയവൻ. ഗുഡ് നൈറ്റ് ആളൊരു നിമിഷം അവൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. കാർ ഓൺ അടിച്ചപ്പോൾ തന്നെ അമ്മയും ശ്രീകുട്ടിയും വാതിൽ തുറന്ന് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. മോനെ കയറുന്നില്ലേ? അമ്മ കാറിലേക്ക് നോക്കി ചോദിച്ചു. ഇല്ല, ഒത്തിരി വൈകി, പിന്നെ വരാം. പൊടി കാന്താരി ശ്രീകുട്ടിയെ നോക്കി പറഞ്ഞു സേവി. ആക്കി സേവിച്ച ഗുഡ് നൈറ്റ് ആൾ കൈ പൊക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. അവരുടെ കാറ് പോകുന്നവരെ മുറ്റത്ത് നിന്നും അമ്മയും മക്കളും. മോളെ എല്ലാം നന്നായി അല്ലേ, വാ മോളെ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി അവർ. ബാഗിൽ നിന്ന് സാധനങ്ങൾ എടുത്തു കൊടുക്കുമ്പോൾ അമ്മയുടെ മുഖത്തും ശ്രീകുട്ടിയുടെ മുഖത്തും സന്തോഷം തെളിഞ്ഞു. ചേച്ചി എല്ലാം നന്നായിട്ടുണ്ട്. ചേച്ചിയെ കെട്ടിപ്പിടിച്ചു. അവിടെ ചിരിയും സംസാരവും നിറഞ്ഞപ്പോൾ പോലും ഇഷാനിയുടെ വിരലുകൾ ഇടയ്ക്കിടെ കഴുത്തിലെ ചെയിനിൽ സ്പർശിച്ചു. അവൾക്ക് മാത്രം അറിയാവുന്ന ഒരു ഓർമ്മയുടെ ചൂട് അതിലുണ്ടായിരുന്നു. അതേസമയം സേവി വീട്ടിലെത്തി. കുളിച്ച് വേഷം മാറിക്കിടന്നപ്പോൾ ഓർമ്മ വന്നത് അവൾ തന്റെ തോളിൽ തലയായിച്ചിരുന്ന ആ നിമിഷങ്ങളാണ്. ഫോൺ എടുത്ത് നോക്കിയപ്പോൾ അതേ നിമിഷം ഇഷാനിയുടെ ഒരു മെസ്സേജ് വന്നു. അവന്റെ ചുണ്ടിൽ ചെറുചിരി വിരിഞ്ഞു. വേഗം ഓപ്പൺ ചെയ്തവൻ. എത്തിയോ? അവൻ ചെറുചിരിയോടെ ടൈപ്പ് ചെയ്തു. എത്തി, ഫ്രഷായി കിടന്നു, ടേക്ക് റെസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് അയച്ചവൾ. ഓക്കെ അവരും ടൈപ്പ് ചെയ്തു. ആ രാത്രി ഇരുവരും വ്യത്യസ്ത വീടുകളായിരുന്നെങ്കിലും ഓർമ്മകൾ ഒരേ യാത്രയിലായിരുന്നു. സമ്മാനങ്ങളിലോ വാക്കുകളിലോ മാത്രമല്ല, പങ്കിട്ട നിമിഷങ്ങളിലായിരുന്നു ആ സന്തോഷം. മനോഹരമായ ഒരു യാത്ര അവസാനിച്ചെങ്കിലും അതിന്റെ താളം അവരുടെ ഹൃദയങ്ങളിൽ തുടർന്നു. പുറത്ത് രാത്രി നിശബ്ദമായി നീങ്ങിക്കൊണ്ടിരുന്നു. എന്നാൽ രണ്ട് ഹൃദയങ്ങളിൽ മേഘങ്ങൾക്കരികിൽ തുടങ്ങിയ ആ പ്രണയയാത്ര ഇപ്പോഴും പറന്നുകൊണ്ടിരുന്നു, അവസാനമില്ലാതെ. പിറ്റേ ദിവസം രാവിലെ അലാം മുഴങ്ങിയിട്ടും ഇഷാനി കണ്ണു തുറന്നില്ല. അമ്മ രണ്ടു തവണ വിളിച്ചപ്പോഴാണ് അവളൊന്ന് കണ്ണു തുറന്ന്. ഇന്ന് ഓഫീസിലേക്കില്ല അമ്മ, അല്പം റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് തിരിഞ്ഞു കിടന്നു. അമ്മയൊന്നും ചോദിച്ചില്ല. അതേസമയം സേവ്യ ഓഫീസിൽ പോയിരുന്നു. അവിടെ സഹപ്രവർത്തകർ ചോദിച്ചപ്പോൾ ഇഷാനിക്ക് അല്പം ഹെഡേക്കാണ്, നാളെ വരും, നമുക്ക് നാളെ ചെറിയൊരു പാർട്ടി അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. സേവ്യ തിരികെ പോയി. ആ ചുമതല ജോസൂട്ടി ഏറ്റെടുത്തു. അടുത്ത ദിവസം രാവിലെ ഇഷാനി ഓഫീസിലേക്ക് തയ്യാറാകുമ്പോൾ മനസ്സിലൊരു പുതുമയുണ്ടായിരുന്നു. ഓഫീസിന്റെ ഗേറ്റ് കടന്നപ്പോൾ തന്നെ എന്തോ വ്യത്യാസം തോന്നി. സാധാരണ ശാന്തമായ റിസപ്ഷനിൽ നിന്ന് ചിരികളും ചർച്ചകളും. സർപ്രൈസ് എന്നൊരൊച്ച ഒരുമിച്ച് ഉയർന്നു. ചെറിയ ബലൂണുകളും പേപ്പർ ഡെക്കറേഷനും കൊണ്ട് ഓഫീസ് കോർണർ അലങ്കരിച്ചിരിക്കുന്നു.
വെൽക്കം ബാക്ക് എന്ന എഴുത്ത് ചുമരിൽ തൂങ്ങിയിരുന്നു. സേവി വശത്ത് നിന്ന് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. ആൾക്കൊരു നിമിഷം എന്ത് പറയണമെന്ന് പോലും തോന്നിയില്ല. അത്രയും അപ്രതീക്ഷിതമായ സന്തോഷം. ഇവിടെ നോക്കൂ, നമ്മുടെ സക്സസ് ടീം എത്തിയല്ലോ, ഒരു സഹപ്രവർത്തകൻ പറഞ്ഞു. മറ്റൊരാൾ കേക്ക് എടുത്ത് വന്നു. മീറ്റിംഗ് സക്സസ് ആക്കി തിരികെ വന്നവർക്കൊരു ചെറിയ വെൽക്കം മൂർത്തി സാറ് പറഞ്ഞുകൊണ്ട് അവിടേക്ക് വന്നു. കറിയാച്ച മുതലാളിയും കൂടി വന്നപ്പോൾ എല്ലാവരും ആയി. എന്നാ പിന്നെ വൈകിക്കേണ്ട പിള്ളേരെ ആ മധുരങ്ങ് വിതരണം ചെയ്തോ, അപ്പൻ സന്തോഷത്തോടെ പറയുന്നേട്ട് ഇഷാനി സേവിയെ നോക്കി. അവന്റെ കണ്ണുകളിൽ അഭിമാനം തെളിഞ്ഞിരുന്നു. ഇരുവരും ഒരുമിച്ച് കേക്ക് കട്ട് ചെയ്യുമ്പോൾ കൈകൾ സ്പർശിച്ചു. ചുറ്റുമുള്ളവർക്ക് സാധാരണ നിമിഷം, പക്ഷെ അവരുടെ മനസ്സിലൊരു പ്രത്യേക താളം. സ്പീച്ച് സ്പീച്ച് എന്ന് ഒച്ച ഉയർന്നപ്പോൾ ഇഷാനി ചെറുതായി ചിരിച്ചു. ഇത് ഞങ്ങളുടെ മാത്രം സക്സസ് അല്ല, എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടുമാണ് അവൾ പറഞ്ഞു. സേവി ചേർത്തു, ടീമുണ്ടെങ്കിൽ മാത്രമേ സക്സസ് ഉണ്ടാവൂ. ചിരികളും കയ്യടികളും ഇടയിൽ ആ നിമിഷം നിറഞ്ഞു നിന്നു. ഓഫീസ് അന്തരീക്ഷം ഒരുപാട് ലളിതമായി. ചെറിയൊരു ആഘോഷം പോലും അവരുടെ മനസ്സിൽ വലിയൊരു ഉണർവായി. ഓഫീസിലെ ജോലിയെ കഴിഞ്ഞ് അപ്പനും മകനും ഒന്നിച്ചാണ് ഇറങ്ങിയത്. അപ്പോ എനിക്കൊരു ആഗ്രഹം, നമുക്ക് ഒന്നിച്ചൊന്ന് ആഘോഷിക്കണം. എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പനോട് പറയാനുണ്ട്. ഒരു ചിയേഴ്സിൽ തുടങ്ങിയാലോ? കാർ അല്പം മുന്നോട്ട് നീങ്ങിയപ്പോൾ ചോദിച്ചവൻ. മോനെ, എത്ര നാളായി മനസ്സുകൊണ്ട് ഞാനും കൊതിക്കുന്നതെന്നറിയോ? നീ ഞാൻ ഒന്നിച്ചിരുന്ന് അടിക്കുന്നത്. വണ്ടി നേരെ ബാറിലേക്ക് വിടറ. ആളാത്തോടെ പറഞ്ഞു കറിയാച്ച മുതലാളി. സേവ് പിന്നൊന്നും ആലോചിച്ചില്ല. വണ്ടി നേരെ പതിവ് സ്ഥലത്തേക്ക് വിട്ടു. അപ്പന്റെ ബ്രാൻഡ് ഏതാണെങ്കിലും പറഞ്ഞോ, എനിക്ക് ഏതും പോവും. സപ്ലയർ വന്നപ്പോൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സേവി. അപ്പനും ഏതാണെങ്കിലും പോകുന്ന പ്രകൃതം തന്നെയാണ്. പക്ഷെ ഇപ്പൊ കുറെ നാളായിട്ട് ജോണി വാക്കറ, അത് തന്നെ മതി. നേരത്തെ ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു അപ്പൻ. അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ടേബിളിൽ മദ്യക്കുപ്പിയും ഗ്ലാസും സോഡയും ചിപ്സും എല്ലാം നിറഞ്ഞു. 2 ഗ്ലാസ്സിലേക്ക് പകർത്തിയ സേവി തന്നെയാണ്. അപ്പനും മകനും ഒന്നിച്ച് ചേഴ്സ് പറഞ്ഞപ്പോൾ അപ്പന്റെ കണ്ണുകൾ നിറഞ്ഞു. എടാ സേവി, നീ ഇങ്ങനെ എനിക്കൊപ്പം കുടിക്കാൻ വരുമെന്ന് ഞാൻ കരുതിയില്ല കേട്ടോ, അപ്പൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സേവി ഗ്ലാസ് ഉയർത്തി വായോട് അടുപ്പിച്ചു. എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പനോട് പറയാനുണ്ട്. അതിനൊരു മദ്യത്തിന്റെ കൂട്ട് വേണം തോന്നി. തന്റെ ഗ്ലാസ്സിലേക്ക് വീണ്ടും പകർത്തിക്കൊണ്ടാണ് അവനത് പറഞ്ഞത്. എന്തിനാടാ നമുക്കിടയിൽ ഒരു മകോര, നീ കാര്യം പറയടാവേ, തന്റെ ഗ്ലാസ്സിലുള്ള മദ്യം കുടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പൻ. സേവി ഒരു നിമിഷം മിണ്ടാതിരുന്നു. പിന്നെ ശ്വാസം വലിച്ച് പറഞ്ഞു. വളച്ചു കിട്ടി പറയുന്നത് എനിക്ക് തീരെ താല്പര്യമില്ല. എന്നാലും അപ്പനോട് പറയുമ്പോൾ ലേശം മര്യാദയോട് പറയാന്ന് വെച്ചാ. ഇനിയിപ്പോ കാര്യത്തിലേക്ക് കിടക്കാം. ഇഷാനിയുടെ വിവാഹം മുടങ്ങിയത് അപ്പൻ അറിഞ്ഞല്ലോ. അന്നേരം അവൾ ഒരു വലിയ പ്രഖ്യാപനങ്ങൾ നടത്തി. ഇനി ജീവിതത്തിൽ അവൾ കിട്ടുന്നുണ്ടെങ്കിൽ അത് എന്നെ ആയിരിക്കുന്നു. അങ്ങനെ ഒരു പെൺകുട്ടി നിന്നുപോകാൻ ഇടവരുത്താൻ പാടില്ലല്ലോ അപ്പ. എന്നാ പിന്നെ അവിടെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൻ എന്നാ പറയുന്നു? അവരുടെ ഗ്ലാസ് ഒന്നിനു പുറകെ ഒന്നായി നിറഞ്ഞൊഴിഞ്ഞുകൊണ്ടിരുന്നു. എടാ മോനെ, കാര്യമൊക്കെ കൊള്ളാം. നീ ഇങ്ങനെ കുടിച്ചാ കിട്ടിന് മുമ്പ് വേറെ ആളെ നോക്കേണ്ടി വരും അവൾക്ക്, അപ്പൻ പറഞ്ഞ തമാശയായിട്ട് ഉറക്കെ ചിരിച്ച സേവി. എടാ പൊന്നു മോനെ, ഇതാടാ ഞാൻ കേൾക്കാൻ കാത്തിരുന്ന്. 100 വട്ടം സമ്മതം എനിക്ക്. 100 അല്ല, 1000 വട്ടം സമ്മതം. എനിക്ക് അവളെ വലിയ കാര്യ. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോ, അപ്പനുണ്ട് കൂടെ, സ്വന്തം നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു കറിയാച്ച മുതലാളി. സത്യമാണോ? അപ്പോ സേവിയുടെ കണ്ണുകൾ വിടർന്നു. ആ കുട്ടി നല്ല കുട്ടിയാടാ, നിന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന കുട്ടി. അതിലും വലിയ കാര്യമുണ്ടോ? നിനക്ക് അവളെയും അവൾക്ക് നിന്നെ ഇഷ്ടമാണെങ്കിൽ പിന്നെ ആരാടാ എതിരെയുള്ളത്? ഈ വിവാഹം നമ്മൾ നടത്തും ഗംഭീരമായിട്ട്. ഈ കാഞ്ഞിരപ്പള്ളിയിൽ ഇങ്ങനൊരു വിവാഹം മുന്നേ നടക്കാത്ത രീതിയിൽ. എന്താ പോരെന്റെ മോന്? അപ്പൻ മുന്നോട്ടൊന്ന് ചാഞ്ഞിരുന്നോട് ചോദിച്ചു. മതിയപ്പ, എനിക്ക് ഈ ഒരു വാക്ക് കേട്ടാ മതി. അപ്പന് തലക്ക് പിടിച്ചെന്ന് മനസ്സിലായവന്. സേവി ചെറുപ്പത്തിൽ സൈക്കിൾ ഓടിക്കാൻ പഠിച്ച ദിവസം, സ്കൂളിൽ അടിപിടി നടത്തിയ സംഭവം, അമ്മയോർത്ത് വന്ന ചെറിയ മൗനം, പിന്നെ വീണ്ടും ചിരി. ആ ടേബിളിൽ അപ്പനും മകനും മാത്രമല്ല, വർഷങ്ങളായുള്ള ബന്ധത്തിന്റെ കണക്കെടുപ്പ് നടത്തുകയായിരുന്നു അപ്പനും മോനും. അതേസമയം ബാറിന്റെ വാതിൽ തുറന്ന് 2 പേർ അകത്ത് കയറി. സിബിനും ഡേവിയും. ഇരുവരുടെയും കണ്ണിൽ പതിഞ്ഞിരുന്നത് അഹങ്കാരവും പഴയ വൈരാഗ്യവും. ഓഹോ, എവിടെ ആഘോഷാണോ? സിബിൻ ചിരിച്ചു. ഡേവി ചേർന്നു. അപ്പനും മകനും ചേർന്ന് വലിയ പ്ലാനാണ് തോന്നുന്നു. 2 കൂടി നല്ല ഫോമിലാ, നമുക്കൊന്ന് പോയി നോക്കാം പറഞ്ഞുകൊണ്ട് ഡേവി ആദ്യം നടന്നു. പിന്നാലെ സിബിനും. അപ്പന്റെ അടുത്തായി ടേബിൾ കൈകുത്തിന്ന് ഡേവി. സേവി കണ്ണുകൾ ചുരുക്കൊണ്ടെന്ന് അവനെ നോക്കി. നിനക്കെന്നടാ ഈ ടേബിൾ കാര്യം? കാര്യം ഉണ്ടാക്കാൻ എനിക്ക് നിന്റെ അനുമതി വേണോടാ. ഡേവി കസേര വലിച്ചിരിക്കാൻ ശ്രമിച്ചു. അപ്പൻ ശാന്തമായി പറഞ്ഞു. മക്കളെ, ഇത്രയും ചെയർ അവിടെ ഒഴിഞ്ഞെടുക്കുമ്പോ ഇവിടെ തന്നെ ഇരിക്കണമെന്ന് ചെറിയൊരു അഹങ്കാരമല്ലേ? മുതലാളിയുടെ ആ ചോദ്യം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല സിബിന്. ആണെങ്കി അവൻ ചോദിച്ചു. ആണെങ്കി നിന്റെ പല്ലിന്റെ എണ്ണം കുറയും, എല്ലിന്റെ എണ്ണം കൂടും. അവർ കണക്ക് വെച്ചെത്തിയ വരവാണെന്ന് സേവിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ചൊറിയലായിരുന്നു ലക്ഷ്യം. ചൊറിഞ്ഞാൽ പിന്നെന്താ, മാതാതെ വിടാത്ത ഇറമില്ലല്ലോ. സേവി കരുതി തന്നെ ഇരുന്നു. സേവി, നീ ഒരു മുതൽ തന്നെയാ കേട്ടോ. ഒരുത്തി പോയാൽ മറ്റൊരുത്തിയെ തേടി പിടിക്കും. കഞ്ഞിയൂടി മുട്ടാതെ പോണല്ലോ. സിബിൻ പറയുന്ന കേട്ടപ്പോൾ സേവിയുടെ കൈ ഗ്ലാസിന് മുകളിൽ നിശ്ചലമായി. അവനൊന്നും പറഞ്ഞില്ല. പക്ഷേ കണ്ണിൽ തെളിഞ്ഞത് കോപത്തിന്റെ ചൂടായിരുന്നു. ഡേവി അവനോടൊന്ന് ചാഞ്ഞെന്ന് ചോദിച്ചു. സെലീന മരിച്ചപ്പോ വലിയ ദുഃഖം കാണിച്ചല്ലോ നീ. ഇപ്പൊ ഇഷാനിയായിട്ട് യാത്ര.
യാത്രയോ ഒന്നിച്ചുള്ള കിടപ്പൊക്കെ സുഖമായിരുന്നോ? സെലീനയാണോ വെച്ച ഇവളാണോ? വാഷറൻ ചിരിയോട് അവനെ ചോദിച്ചപ്പോൾ കസേര പിന്നിലേക്ക് നിരങ്ങുന്ന ശബ്ദവും അതുപോലെ തന്നെ ഡേവിയുടെ കരണം പോച്ചൊരു അടിമുഴക്കവും കേട്ടവിടെ. മതി, സേവി പതുക്കെ പറഞ്ഞു, അടക്കി പിടിച്ചൊരു ഗർജനം. പക്ഷെ അതിലടങ്ങിയിരിക്കുന്ന മുന്നറിയിപ്പായിരുന്നു. സിബിൻ ചിരിച്ചു. എന്താ സത്യം കേട്ട ഇങ്ങനെ ചൂടാവണോ? അത് തന്നെയായിരുന്നു അവസാന വാക്ക്. സേവിക്കിനി കേട്ടുകൾക്കുള്ള ക്ഷമയിലായിരുന്നു. ഒന്ന് വട്ടം കറങ്ങിയവൻ. അവന്റെ ഇരുകൈയിലും കാലുകൾ നിലത്തുന്ന അല്പം ഉയർന്ന തരത്തിൽ സിബിനും ഡേവിയും. എങ്ങനെയോ അവർ 3 പേരും ബാറിന് പുറത്തെത്തി. പിന്നെ അവിടെ നടന്ന പോരാട്ടം തന്നെയായിരുന്നു. സേവിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവരുടെ പോരാട്ടം. സേവിയുടെ കണ്ണുകളിൽ മറ്റൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. സെലീനയുടെ ഓർമ്മയും ഇഷാനിയെ മോശം പറഞ്ഞ അവരുടെ ചിന്തയും അതുമാത്രമായിരുന്നു അവന്റെ ഉള്ളിൽ. എങ്ങനെയൊക്കെ അവന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി ഒളിച്ചവർ. എന്നിട്ടും ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല സേവിക്ക്. അവരുടെ വണ്ടിയുടെ ചില്ല അടിച്ച് തകർത്തവൻ ഗ്ലാസിന്റെ ചില്ല് കൊണ്ട് കൈമുറിഞ്ഞു. അതൊന്നും അവന്റെ കണ്ണിൽ കണ്ടില്ല. അപ്പൻ അവന്റെ അടുത്തേക്ക് വന്നു. മോനെ, ചില വാക്കുകൾക്ക് മറുപടി വാക്കുകൾ കൊണ്ടല്ല. ഇന്ന് നീ കൊടുത്ത അതാ. കൈമുറിഞ്ഞല്ലോ, നന്നായി ചോര വരുന്നുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. പറയുന്നയിടക്ക് മുണ്ണിന്റെ തലപ്പ് വലിച്ചു കീറി ചോര ചീറ്റിയൊഴുകുന്ന മോന്റെ കൈത്തണ്ടിയിൽ കെട്ടിയ അയാൾ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.